പെൺകുട്ടികളോട് എല്ലാവരും ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ വനിതാ ദിനം, അതോടൊപ്പം ലഹരി വിരുദ്ധ ദിനം നമ്മളെ സംബന്ധിച്ച് ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ നമ്മൾ മുക്കത്തെത്തിയിരിക്കുകയാണ്. എന്റെ മുക്കം എന്നുള്ളതാണ്, എന്റെ മുക്കം, അതെ, എന്നുള്ളതാണ്. മുക്കത്തെ വളരെ ഊർജ്ജസ്വലരായിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. മുന്നോട്ട് എന്റെ മുക്കം എന്നൊരു സന്നദ്ധ സേവ സംഘടന പ്രവർത്തകർ എവിടെയുണ്ട്, അവരുണ്ടായിരുന്നു അവിടെ. നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലാണോ? ആസാദ് സേന. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മോളെ എവിടെ പഠിക്കുന്നത്? പ്രൊവിഡൻസ് വിമൻസ് കോളേജിലാണ്. ഓക്കെ. ലഹരിക്കെതിരെ പോരാടും. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ലഹരിക്കെതിരെ ഒരുമിച്ചാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? ലഹരിയും വേണ്ട, ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടാഗ് ലൈൻ. അപ്പോൾ നമുക്ക് ലഹരിക്കെതിരെ പോരാടണ്ടേ? 100% പോരാടണം. ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്. എന്താ വെച്ചാല് നിങ്ങൾ ചെയ്യേണ്ട റിപ്പോർട്ട് ചാളുമ്പോൾ നിങ്ങൾ ബീച്ചിന് വേണ്ടി അത് വരുന്നത് ഞങ്ങൾക്ക് തുറന്നു പറയും. എന്താ പറയുക, നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ എടുക്കുന്ന പണിയും ഈ പോലീസുകാർ ഒരു 10 മിനിറ്റ്, ഒരു മണിക്കൂർ ചിലവഴിക്കുകയാണെങ്കിൽ ഇത് എന്തോ ഇത് ഒഴിവായിപ്പോയിനി. പക്ഷെ ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന എന്താ, പോലീസുകാർ മാത്രം ഇത് ഈ മുക്കത്ത് തന്നെ ആന്ധ്രാപ്രദേശ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മുക്കം പോലീസ് സ്റ്റേഷൻ പല പ്രാവശ്യം ഞങ്ങളിത് കൊടുത്താണ്, പല പ്രാവശ്യം റിപ്പോർട്ട് കൊടുത്താണ്. ഇന്ന് വരെ ഒരു പോലീസുകാരെ തിരിഞ്ഞു നോക്കി ഞങ്ങൾ കണ്ടിട്ടില്ല. ചുറ്റുപാടിൽ തന്നെ ഞങ്ങൾ കൈകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പോലീസുകാർ ഇതിലിറങ്ങുക, നിങ്ങളെ പണിയെടുത്തോളി, നിങ്ങൾ റീച്ചാക്കി, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഇവിടെ എല്ലാവരും. റിപ്പോർട്ടർ ടിവിയുടെ നമ്മുടെ റിപ്പോർട്ടറുണ്ട്, എല്ലാ ഭാഗങ്ങളിലെയും കാഴ്ചകൾ നമ്മൾ ലൈവായിട്ട് കാണിക്കും. നിങ്ങൾ തരിക, ഞങ്ങൾക്ക് നിങ്ങൾ തരിക നമ്പറും കാര്യങ്ങളും, ആ സ്പോട്ടിൽ വരും, നിങ്ങൾ വരിക, നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ കച്ചവടക്കാരൊക്കെയാണ്, ഞങ്ങൾ കടത്തിലാണ്, ഞങ്ങൾ ഇവിടെ കൂട്ടിക്കെട്ടി പോകും. ആക്രമണം ഞങ്ങളെ വരും, ഞങ്ങൾ പേടിയവരെ. ഇതാണ് പൊതുവെ മനുഷ്യരുടെ ആകുലതകളും ആശങ്കകളും. അതാണ് തീർച്ചയായിട്ടും ഒരു വലിയ സമൂഹം നമ്മുടെ ഒപ്പമുണ്ട്. നമസ്കാരം. വാർത്ത കേൾക്കല്ലേ കുട്ടിയേട്ടാ. സന്തോഷം, സന്തോഷം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടാൻ പോകുന്നു. നമുക്കൊരു പ്രതിജ്ഞ ആയാലും ഒരുമിച്ച് പ്രതിജ്ഞ ഏറ്റെടുക്കുമല്ലോ അല്ലേ? പ്രതിജ്ഞയ്ക്ക് തയ്യാറല്ലേ? സ്റ്റോപ്പ് സ്മോക്കിംഗ് ബിഫോർ സ്മോക്ക് സ്റ്റോപ്സ് യു എന്നാണ്. ഇതാ നോക്കൂ, സ്റ്റോപ്പ് സ്മോക്കിംഗ് ബിഫോർ സ്മോക്ക് സ്റ്റോപ്സ് യു എന്നുള്ളതാണ്. നമസ്കാരം. മുക്കം നഗരസഭാ ചെയർമാൻ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം. പേര്? PT ബാബു. അപ്പോൾ നമ്മൾ ഈ ലഹരിക്കെതിരെ കേരളം മുഴുവൻ നമ്മൾ 2 തരത്തിലാണ് പോരാട്ടം. ഒന്ന്, ബോധവൽക്കരണ ശ്രമവുമായി ബന്ധപ്പെട്ട മഹാറാലികൾ. രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് എക്സൈസിന് കൈമാറുന്നതോടൊപ്പം നമ്മൾ ലൈവായിട്ട് TV-യിൽ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ വന്നിരിക്കുന്നൊരു പുതിയ വിവരം, കോഴിക്കോട് MDMA 2 പാക്കറ്റ് വിഴുങ്ങിയ ഒരാൾ മരിച്ചു. ആ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 4 ലഹരി വേട്ട ഇന്നത്തെ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? യെസ്, ഇത് നമ്മുടെ സമൂഹത്തെ ആകെ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ലഹരി. ആ ലഹരി മഹാവിപത്തിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടേണ്ടതായിട്ടുണ്ട്. ഒരു പോലീസോ പട്ടാളോ വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ. ഓരോരുത്തരും പോലീസാവണം, എല്ലാവരും പോലീസാവണം. എല്ലാവരും എൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി എല്ലാ ജനങ്ങളും അണിനിരക്കണം എന്നുള്ളത് മാത്രമല്ല, ഈ പുതിയ തലമുറ എന്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഈ ലഹരിയോട് അടിമപ്പെട്ടു പോയി എന്നുള്ളത് ഒരു പഠനം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ആ പഠനത്തിന് ശേഷം അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും മുക്കത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഈ ലഹരിക്കെതിരെയുള്ള വേട്ടയ്ക്കുണ്ടാവും, ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിലുണ്ടാവും. ഓരോരുത്തരും പോരാളിയാണ് അല്ലേ? ലഹരിയും വേണ്ട, കലഹവും വേണ്ട എന്ന നിങ്ങളുടെ ക്യാപ്ഷൻ സ്വാഗതമാണ്. നമ്മൾ ലഹരിക്കുള്ള പോരാട്ടത്തിൽ നമ്മൾ കോളേജ് ക്യാമ്പസുകളിൽ MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന കട്ട് ചെയ്യണം. അതിന് പോലീസും എക്സൈസിനും ഭാഗത്തുനിന്നുള്ള ജാഗ്രത പുലർത്തണം. അവരുടെ ജാഗ്രത കുറവാണ് ക്യാമ്പസുകളിൽ ലഹരി ഉൽപ്പന്നം കൂടാനുള്ള കാരണം. വളരെ പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളൊരു പ്രതിജ്ഞ എടുത്ത് ഇവിടെ നിന്ന് പിരിയുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രതിജ്ഞയാണ്. നമുക്ക് ആ പ്രതിജ്ഞയിലേക്ക് കയറിയാലോ? റെഡിയല്ലേ? ആ പ്രതിജ്ഞയിലേക്ക് വരാം. ആ പ്രതിജ്ഞ ഇതാണ്. അപ്പോൾ റെഡിയാണ്? വരൂ. അടുത്ത് വരൂ. മൈക്ക് കൂടി അവർക്ക് കൊടുക്കാം. ലഹരി വിരുദ്ധ ഒരു ഡാൻസ് കൂടി അവതരിപ്പിക്കും. യെസ്, ലഹരി വിരുദ്ധ ബാനറുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുള്ള പിന്തുണയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പെർഫോമൻസ് 16 സെല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് ആസാദ് സേന രൂപം കൊടുത്ത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും NSSന്റെ സംസ്ഥാന സെല്ല് ഡോക്ടർ അൻസാർ സാറിൻ്റെയും നേതൃത്വത്തിലാണ്
ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ലഹരി നമുക്ക് കൂട്ടത്തിലൊരു പ്രതിജ്ഞ ആയാലോ? റെഡിയല്ലേ? അപ്പൊ നമ്മൾ മുക്കത്ത് നിന്നൊരു പ്രതിജ്ഞ. ആരാ ചെറിയ മോൾ എവിടെ? ആ ചെറിയ മോൾ മുന്നോട്ട് വന്നോളൂ. രണ്ട് വാക്ക് പറയാം. ലഹരിക്കെതിരെ പോരാടണ്ടേ? വേണം. ഫൈറ്റ് ചെയ്യണ്ടേ? ഞങ്ങൾ മുക്കൻ ഡാൻസ് വേൾഡ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ അന്നും ഇന്നും എന്നും ലഹരിക്കെതിരെയാണ് പോരാടിയത്. ഡാൻസ് ആണ് ലഹരി. ഡാൻസ് ആണ് ലഹരി. ഡാൻസ് വേൾഡ് ലഹരിക്കെതിരെ ആര് എന്ത് കുറ്റം ചെയ്താൽ ഞങ്ങൾ അതിന് ശക്തമായ നടപടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. 15 വയസ്സിനും ഇടയിൽ 70% കുട്ടികൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നുവെന്നാണ് കണക്കുകൾ. അപ്പോൾ ലഹരിക്കെതിരെ പോരാടണ്ടേ? ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. റെഡി. അപ്പൊ നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. പ്രതിജ്ഞ വായിക്കാൻ അവർക്ക് കൂടി കൊടുക്കാം. വ്യാപാരി വ്യവസായി വനിതാ വിംഗ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിങ്ങൾ എങ്ങനെ നടത്തും? കടകളിലാണ് ലഹരി വസ്തുക്കൾ എത്തിക്കാൻ പലരും ശ്രമിക്കുന്നത്. കടകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. ആരാണ് ഉപയോഗിക്കുന്നത്, ആരാണ് കൊണ്ടുവരുന്നത് തിരിച്ചറിയാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാനുള്ള നിങ്ങളുടെ ഈ പ്രയത്നത്തിന് നമ്മളും കൂടെ ഉണ്ടാവും. ഇത് ഇവിടുന്ന് തുടങ്ങിയാൽ ഇത് അവസാനിക്കുന്നത് വരെ ഇത് എല്ലാ പിന്തുണയും ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് വനിതാ ദിനമാണ്. ഹാപ്പി വനിതാ ഡേ. എങ്ങനെ പോരാടണ്ടേ? ചെയർപേഴ്സൺ. കുടുംബശ്രീ വിചാരിച്ചാൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി വിചാരിച്ചാൽ, സ്കൂൾ അധികൃതർ വിചാരിച്ചാൽ ഒക്കെ നമുക്കത് സാധ്യമാണ്. ഞങ്ങൾ ബാലസഭ മുഖാന്തരമൊക്കെ മദ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് 43 ബാലസഭകളുണ്ട് ഇവിടെ. അപ്പോൾ നല്ല പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് സുജിയ. വിദ്യാർത്ഥികളുണ്ട്. എവിടെയാണ് നിങ്ങൾ? ഏത് സ്കൂളിലാണ്? മുക്കം ഓർഫനേജിൽ നിന്നാണ്. അപ്പോൾ ലഹരിക്കെതിരെ പോരാടണം. ലഹരി ഒരാൾ ഉപയോഗിക്കുന്നതായിട്ട് വിവരം കിട്ടിയാൽ എന്ത് ചെയ്യും? തീർച്ചയായും അത് പോലീസിനോടോ അല്ലെങ്കിൽ അറിയുന്ന മുതിർന്ന ആൾക്കാരോടോ പറയും. നിങ്ങളുടെ കൂട്ടുകാർ ഉപയോഗിക്കുന്നതായ വിവരം കിട്ടിയാൽ പ്രോത്സാഹിപ്പിക്കുമോ? ഇല്ല. ലഹരി കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. നമുക്കപ്പോൾ പ്രതിജ്ഞയിലേക്ക് കിടക്കാം. അതിനുശേഷം പെർഫോമൻസ് വരാം. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ്. മുക്കത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടർ ചാനലിൽ എടുത്തിട്ടുള്ള ഈ എഫേർട്ടിനെ മുക്തകണ്ഠം പ്രശംസിക്കേണ്ട ആദ്യമായി. കാരണം നേരത്തെ പോലീസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം നൽകിയിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് അതിൽ വിളിക്കാനുള്ള ഒരു വിശ്വാസ്യത വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ നിയമ നടപടിയിലുള്ള സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ലഹരിയിൽ പിടിക്കപ്പെടുന്ന പ്രതികൾ പലപ്പോഴും രക്ഷപ്പെടുന്നതാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് എടുക്കുന്ന സ്റ്റാൻഡിൽ വളരെ കൃത്യമായി സർക്കാർ എടുക്കേണ്ട തീരുമാനം അത് കൃത്യമായി വളരെ പെട്ടെന്ന് കൈകൊണ്ടാൽ മാത്രമേ ഇത് റിസൾട്ട് ഉണ്ടാവുള്ളൂ. മറ്റ് കേവലം നമ്മൾ ഇപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്നത് കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷാ സത്യത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമുക്കൊരു ഒരുമിച്ചുള്ള പോരാട്ടത്തിന് നമുക്ക് തയ്യാറാവാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. നമുക്ക് പ്രതിജ്ഞയാകാമല്ലോ. ഉറക്കെ ചൊല്ലണം, ഹൃദയത്തിൽ തട്ടി ചൊല്ലണം. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ പ്രതിജ്ഞയിലേക്ക് കടക്കുന്നു. നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ കേരളത്തെ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ പ്രതിജ്ഞയിലേക്ക് പോകുന്നു. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ ഒരുമിച്ച് പോരാടാം. ലഹരിയും വേണ്ട. അപ്പോൾ നമ്മൾ